പിണറായി വിജയനും മത്സരിക്കുന്നതിൻ്റെ അടിസ്ഥാന കാരണം എന്താ? ഭരണം പോകുമെന്ന് പറഞ്ഞാലും ഭരണം പോയാലും പ്രതിപക്ഷ നേതാവായിട്ട് കുറേ സ്റ്റാഫും കുറേ വണ്ടിയൊക്കെ ഇട്ട് നടക്കാം. എനിക്ക് ഓർമ്മ വരുന്നത് ബാലരമയിൽ ഒരു ഇതുണ്ട്, ശുപ്പാണ്ടി എന്ന് പറയുന്ന ഒരു കഥാപാത്രം ഉണ്ടായിരുന്നു, ഒരു കാർട്ടൂൺ കഥാപാത്രം. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗോവിന്ദനെ കാണുമ്പോൾ ഓർമ്മ വരുന്നത് ശുപ്പാണ്ടിയാണ്. ആ സുകന്യയുടെ പേര് പോലും വെട്ടി മാറ്റിയിട്ട് തൻ്റെ സ്വന്തം ഭാര്യയെ അവിടെ ഇറക്കുമതി ചെയ്ത് കൊണ്ടിരുന്നതിൽ ഈ ഗോവിന്ദന് യാതൊരു ഉളുപ്പുമില്ല, ലജ്ജയുമില്ല എന്ന് നമ്മൾ ആലോചിച്ച് നോക്ക്. അവരെ മാറ്റാൻ വേണ്ടിയിട്ട് നിർബന്ധിതരാകുന്നത്. ഞാൻ പറഞ്ഞത് ഈ ഗോവിന്ദന് ഉളുപ്പുണ്ടെങ്കിൽ അയാളുടെ ഭാര്യയ്ക്ക് വേണ്ടി വർത്തമാനം പറയുമോ? ഉളുപ്പില്ലല്ലോ, അയാളുടെ പ്രസ്താവനകൾ കേട്ടറിയേ. നമസ്കാരം. വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തളിപ്പറമ്പ് നിയോജക മണ്ഡലത്തിൽ തൻ്റെ ഭാര്യ PK ശ്യാമളയെ മത്സരിപ്പിക്കാനായിരുന്നു സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ്റെ ആഗ്രഹം. പക്ഷേ പ്രാദേശികമായ എതിർപ്പുകൾ മൂലം അത് നടന്നില്ല. KK ശൈലജയെപ്പോലെ ഒരു പരിധിവരെ ജനസമ്മതിയുള്ള ഒരു നേതാവിനെ പേരാവൂർ പോലെയുള്ള ഒരു മണ്ഡലത്തിൽ കൊണ്ടുവന്ന്, വിജയസാധ്യതയില്ലാത്ത മണ്ഡലത്തിൽ കൊണ്ടുവന്ന് മത്സരിപ്പിക്കുകയും വിജയസാധ്യതയുള്ള മണ്ഡലത്തിൽ തൻ്റെ ഭാര്യയുടെ പേര് നിർദ്ദേശിക്കുകയും ചെയ്യുന്ന ഈ പാർട്ടി സെക്രട്ടറി, അദ്ദേഹത്തിൻ്റെ ഒരു മനോനില എന്താണ്? ഇത്തരത്തിലുള്ള ഒരു കുടുംബാധിപത്യം ഈ പാർട്ടിയെ, പണ്ടൊക്കെ കുടുംബാധിപത്യം പാർട്ടിയിലില്ലായിരുന്നു, ഈ കുടുംബാധിപത്യം ഈ പാർട്ടിയിൽ എത്രത്തോളം ഈ പാർട്ടിയെ താഴേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ചോദ്യം. അല്ല, അതായത് ഈ CPM എന്ന് പറഞ്ഞ ഈ പാർട്ടി എത്രയധികം തരം താഴ്ന്നു, എത്രയധികം ജീർണിക്കുന്നു, എത്രയധികം പാതാളക്കുഴിയിലേക്ക് വീണ് കഴിഞ്ഞിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഇപ്പോൾ ഈ സംഭവിച്ചിട്ടുള്ളത്. നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയം എന്താ? നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ CPMൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാൾ, CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി. CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ തന്നെ തളിപ്പറമ്പിൽ താൻ സ്ഥാനമൊഴിയുമ്പോൾ, കാരണം തളിപ്പറമ്പ് MLA ആയിരുന്നല്ലോ ഇയാൾ, സ്ഥാനമൊഴിയുമ്പോൾ തൻ്റെ ഭാര്യയെ അവിടെ മത്സരിപ്പിക്കണം എന്ന് CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി CPMൻ്റെ ഉന്നതമായിട്ടുള്ള ഒരു വേദിയിൽ ആവശ്യപ്പെടുന്നു എന്ന് പറയുന്നത് തന്നെ സത്യം പറഞ്ഞാൽ ഈ പാർട്ടി പിരിച്ചുവിടേണ്ട പാർട്ടിയല്ലേ? എന്നാലോചിച്ച് നോക്കുമ്പോൾ എന്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്തിനു വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയം എന്താണ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രത്യയശാസ്ത്രം എന്താണ്? ഇതിനെക്കുറിച്ച് ബാലപാഠം അറിയാവുന്ന അവനാണെങ്കിൽ, ബാലപാഠം ഇതിൻ്റെ ABCD അറിയാവുന്ന ആളാണെങ്കിൽ അയാൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തിരുന്നു കൊണ്ട് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി വാദിക്കുകയാണ്. അത്ര ഗതികെട്ട ഒരവസ്ഥയാണ് നമ്മൾ ആലോചിച്ചു. അപ്പോൾ കേട്ടതെന്താണെന്ന് ചോദിച്ചാൽ പിന്നെ വിജയരാഘവൻ്റെ അനുഭവം പറഞ്ഞുകൊണ്ടാണെന്നാണ് പറയുന്നത്. വിജയരാഘവൻ എന്തോ പിന്നെ ഒഴിഞ്ഞപ്പോൾ വിജയരാഘവൻ തൻ്റെ ഭാര്യയെ കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടെന്ന്, ബിന്ദുവിനെ കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടെന്ന്. അപ്പം അതുകൊണ്ട് വിജയരാഘവൻ ഒഴിഞ്ഞപ്പം ഭാര്യയെ കൊണ്ടുവരണമെന്ന് പറഞ്ഞതുപോലെ ഞാൻ ഒഴിയുമ്പോൾ എൻ്റെ ഭാര്യയെ കൊണ്ടുവരണം. ഇതാണ് CPMൻ്റെ ഇന്നത്തെ ഒരു നിലവാരം. നമ്മൾ ആലോചിച്ച് നോക്കൂ. അല്ല, എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇയാളുടെ ഭാര്യയുടെ ചരിത്രം നമ്മളൊന്ന് നോക്കി. ആരാണ് ഇയാളുടെ ഭാര്യ? ഇയാളുടെ ഭാര്യ മാത്രമാണ്, പുറമൊന്നുമല്ല അവർ. അല്ല, അങ്ങനെ പറയാൻ കഴിയില്ല. കാരണം പിന്നെ ആന്തൂരിലെ സാജന്റെ മരണവുമായി കൂട്ടി വായിക്കുമ്പോൾ PK ശ്യാമളയുടെ പേര് പരാമർശിക്കാൻ കഴിയില്ല. അല്ല, അവർ ഇയാളുടെ ഭാര്യ മാത്രമായിരുന്നു. അവരെങ്ങനെയാണ് ആന്തൂർ മുനിസിപ്പൽ ചെയർമാനായത്? ആന്തൂർ മുനിസിപ്പൽ ചെയർമാനായത് ഇയാളുടെ ഭാര്യ ആയതുകൊണ്ട് മാത്രമാണ്. അല്ലാതെ അവർക്ക് എന്ത് കഴിവാണ് അവർക്കുള്ളത്? എന്ത് പശ്ചാത്തലമാണ് അവർക്കുള്ളത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ എന്ത് പ്രവർത്തനമാണ് അവർ നടത്തിയിട്ടുള്ളത്? ഇനി അവരെന്തെങ്കിലും പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ ആന്തൂർ എന്ന് പറഞ്ഞൊരു പാർട്ടിയുടെ ഒരു ചുവപ്പ് കോട്ടയിൽ ഒരു മുനിസിപ്പാലിറ്റിയുടെ പ്രസിഡന്റ് ആവേണ്ടത് ഗോവിന്ദൻ്റെ ഭാര്യയാണോ? ആലോചിച്ച് നോക്കാം. എന്നിട്ട് ഗോവിന്ദൻ്റെ ഭാര്യയായിരുന്നപ്പോൾ എന്താ സംഭവിച്ചത്? പാറയിൽ സാജൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വ്യവസായി അവിടെ ആത്മഹത്യ ചെയ്തു. ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഗോവിന്ദൻ്റെ മകനുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ആരോപണങ്ങളുണ്ട്. അത് വേറൊരു അവസരത്തിൽ പറയാം. അന്ന് ആ പാറയിൽ സാജൻ ആത്മഹത്യ ചെയ്ത സമയത്തും പാർട്ടി മെഷീനറി മുഴുവൻ ഈ ഗോവിന്ദൻ്റെ ഭാര്യയുടെ കൂടെ അവിടെ നിൽക്കുകയായിരുന്നു. മനസ്സിലായി? ഇപ്പോ ഇവരെ അവിടെ നിർദ്ദേശിക്കുമ്പോൾ ഇവരാരാ? ജില്ലാ കമ്മിറ്റിയോ ജില്ലാ സെക്രട്ടേറിയറ്റോ മെമ്പറോ അവർക്ക് കണ്ണൂർ ജില്ലയിലെ പാർട്ടിയുടെ ശക്തി കേന്ദ്രമായിട്ടുള്ള തളിപ്പറമ്പ് 25,000-30,000 വോട്ടിനാണ് അവിടെ ജയിക്കുന്നത്. അവിടെ അവരെ മത്സരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ നാണം കെട്ടൊരു പണിയല്ലേ അവിടെ. ഈ അവിടെ മത്സരിക്കാൻ വേണ്ടിയിട്ട് വേറെ പേരുണ്ടായിരുന്ന N. സുകന്യ.
ജെയിംസ് മാത്യുവിൻ്റെ ഭാര്യ എന്നുള്ള നിലയിലല്ല. ജെയിംസ് മാത്യുവിൻ്റെ ഭാര്യയാണ് സുകന്യ. പക്ഷേ ഗോവിന്ദനും ശ്യാമളയും തമ്മിലുള്ള ബന്ധം പോലെയല്ല ജെയിംസ് മാത്യു സുകന്യയും തമ്മിലുള്ള ബന്ധം. സുകന്യയെ ജെയിംസ് മാത്യുവിൻ്റെ ഭാര്യയായിട്ടല്ല ആളിലറിയപ്പെടുന്നത്. സുകന്യ വിദ്യാർത്ഥി രംഗം മുതൽ ഉജ്ജ്വലമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഉടമയാണ് സുകന്യ. സുകന്യയെ പോലൊരാളെ ആയിരുന്നു ശരിക്കും തളിപ്പറമ്പിൽ സ്ഥാനാർത്ഥിയാക്കേണ്ടത്. ആ സുകന്യയുടെ പേര് പോലും വെട്ടിമാറ്റിയിട്ട് തൻ്റെ സ്വന്തം ഭാര്യയെ അവിടെ ഇറക്കുമതി ചെയ്ത് കൊണ്ടിരുന്നതിൽ ഈ ഗോവിന്ദന് യാതൊരു ഉളുപ്പുമില്ല, ലജ്ജയുമില്ല എന്ന് നമ്മൾ ആലോചിച്ച് നോക്ക്. അതൊരു വശം. ഈ അടുത്ത വശം എന്ന് പറഞ്ഞാൽ എന്താ, സ്വന്തം ഭാര്യയെ അവിടെ കെട്ടിയിറക്കുന്ന ഗോവിന്ദൻ CPM-ന് ഇപ്പം താരതമ്യേന ജനപിന്തുണയുള്ള ഉള്ളവരിൽ ഏറ്റവും കൂടുതൽ ജനപിന്തുണയുള്ള ഒരാളാണ് എന്ന് പറയാൻ കഴിയില്ലേ KK ശൈലജ? അതെ, അവർ 2016-21 കാലത്ത് അവർ വലിയ മന്ത്രിയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രചരണങ്ങളൊക്കെ CPM നടത്തുന്നുണ്ടല്ലോ. 2021 തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ CPM-ന്റെ 10-60 MLA-മാരിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിന് ജയിച്ചത് KK ശൈലജയല്ലേ? മട്ടന്നൂർ CPM-ന്റെ ഉറച്ച മണ്ഡലമാണെന്ന് പറഞ്ഞാൽ പോലും മട്ടന്നൂരിൽ ഇതുവരെ ഉണ്ടായതിൽ വെച്ച് ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിന് മട്ടന്നൂരിൽ ശൈലജ ജയിച്ചു. 60,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന്, പിണറായി വിജയനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം. അന്ന് പോലെ തന്നെ പിണറായി വിജയൻ ഈ ചെറുക്കുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ ഓർമ്മയില്ലേ, കോവിഡ് കാലത്ത് KK ശൈലജ ഇരുന്ന് പത്രസമ്മേളനം നടത്തി 1-2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കാണ് KK ശൈലജ അങ്ങോട്ട് തള്ളി മാറ്റിയിട്ട് പിണറായി വിജയൻ പത്രസമ്മേളനം നടത്താൻ നമുക്ക് ഓർമ്മയില്ല. അപ്പോൾ KK ശൈലജ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ CPM-നകത്ത് താരതമ്യേന ജനപിന്തുണയുള്ള ആ വനിതാ നേതാവിന് അവർ മത്സരിച്ചിരുന്ന മട്ടന്നൂരിൽ നിന്ന് അവർ 8 നില പൊട്ടാൻ പോകുന്ന പേരാവൂരിലേക്ക് അവരെ കൊണ്ടുവന്ന് ഇറക്കുന്നു. അല്ല, പേരാവൂരിൽ ഏകദേശം തോൽവി ഉറപ്പിച്ചു കഴിഞ്ഞല്ലോ. ഏകദേശമല്ല, പേരാവൂരൊന്നും കാരണം പേരാവൂർ 2006 മാത്രം 9,000 വോട്ടിന് അവർ ജയിച്ചിട്ടുള്ളത്. അതിന് മുമ്പ് ഒന്നും അവിടെ LDF ജയിച്ചിട്ടില്ല. എന്ന് മാത്രമല്ല, അവിടെ ഇപ്പോൾ UDF-ന്റെ സ്ഥാനാർത്ഥിയാകുമ്പോൾ സണ്ണി ജോസഫാണ്. സണ്ണി ജോസഫ് ഇപ്പോൾ KPC പ്രസിഡന്റാണ്. അയാൾ ജയിച്ചു കഴിഞ്ഞാൽ അയാൾ മന്ത്രിയാവുന്നുള്ള ഉറപ്പാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ഇത്രയും വലിയൊരു തരംഗം LDF-ന് ഉണ്ടായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഒരു കാരണവശാലും, കാരണം 2006 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, 2006 PS-ന്റെ നേതൃത്വത്തിൽ വലിയ LDF അനുകൂല തരംഗം ഉണ്ടായിരുന്നു പേരാവൂർ. ഇത്തവണ 8 നിലയിൽ അവർ പൊട്ടുന്നുള്ള കാര്യത്തിൽ സംശയം. അപ്പം ശൈലജ എന്ന് പറയുന്ന CPM-ൽ ഏറ്റവും കൂടുതൽ ജനപിന്തുണയുള്ള ഒരു വനിതാ നേതാവിനെ CPM-ന്റെ ഒരു ഉറച്ച മണ്ഡലത്തിൽ നിന്ന് തോൽവി സാധ്യതയുള്ള മണ്ഡലത്തിലേക്ക് മാറ്റുമ്പോഴാണ് ഈ ഗോവിന്ദൻ തൻ്റെ ഭാര്യ മാത്രമായ ജില്ലാ കമ്മിറ്റിയിൽ മാത്രം പ്രവർത്തിക്കുന്ന ഒരു വനിതാ നേതാവിനെ പാർട്ടിയുടെ ഒരു ഉറച്ച മണ്ഡലത്തിലേക്ക് നിർദ്ദേശിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ചു. ഇപ്പം അവർ യഥാർത്ഥത്തിൽ ആരാണ്? ജില്ലാ കമ്മിറ്റി അംഗം മാത്രമാണ്. അതേസമയം ശൈലജ എനിക്ക് തോന്നുന്നു 10-15 കൊല്ലമായി കേന്ദ്ര കമ്മിറ്റിയിൽ ഇരിക്കുകയാണ് അവർ. അപ്പോൾ ഈ ഒരു പാരഡോക്സ് ഉണ്ടോ? ഇതൊന്നും പഴയ പോലെ പാർട്ടി അണികൾ അംഗീകരിച്ചു കൊടുക്കില്ല. അല്ല, അത് മാത്രമല്ല, അത് പാർട്ടി അണികൾ, താഴേക്കിടയിലുള്ള അണികൾ പോലും അംഗീകരിക്കാത്തതിന്റെ ഫലമാണല്ലോ ഇപ്പോൾ അവരെ അവിടെ നിന്ന് മാറ്റേണ്ടി വന്നത്. ആ തീരുമാനത്തിൽ നിന്ന് പിൻവാങ്ങേണ്ടി വന്നു. അല്ല, അവരെ മാറ്റുമെന്നാണ് കേൾക്കുന്നത്. മറ്റ് തീരുമാനം ആയിട്ടില്ല, അതിൻ്റെ ചർച്ചകളൊക്കെ നടക്കുന്നതേ ഉള്ളൂ. പക്ഷേ സംഭവിച്ചെന്താണ്? ഇയാൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പറഞ്ഞു ഭാര്യയുടെ പേര്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അത് അംഗീകരിച്ച് ജില്ലാ കമ്മിറ്റിയിലേക്ക് കൊടുക്കുന്നു. ജില്ലാ കമ്മിറ്റി അത് അംഗീകരിച്ചു കഴിയുമ്പോൾ അതിരൂക്ഷമായിട്ടുള്ള എതിർപ്പ് പാർട്ടി അണികളുടെ ഇടയിൽ നിന്ന് വരുന്നു. അതെ, ആ വന്നു കഴിയുമ്പോഴാണ് അവരെ മാറ്റാൻ വേണ്ടിയിട്ട് നിർബന്ധിതരാകുന്നത്. ഞാൻ പറഞ്ഞത്, ഈ ഗോവിന്ദന് ഉളുപ്പുണ്ടെങ്കിൽ അയാളുടെ ഭാര്യയ്ക്ക് വേണ്ടി വർത്തമാനം പറയുമോ? ഉളുപ്പില്ലല്ലോ, അയാളുടെ പ്രസ്താവനകൾ കേട്ടറിയേ എവിടെ ഉളുപ്പ്. അപ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ മകനെതിരെ വന്ന ആരോപണങ്ങൾ ഇതെല്ലാം നമുക്കറിയാമല്ലോ. അയാൾ സത്യം പറഞ്ഞത് ഏറ്റവും ഒരുപക്ഷെ പിണറായി വിജയനേക്കാൾ പോലും മോശമായൊരു സംസ്ഥാന സെക്രട്ടറി ആയിട്ട് ഇയാൾ വിലയിരുത്തും. പിണറായി വിജയനെ പാർട്ടി സെക്രട്ടറി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് മോശക്കാരനാണ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗോവിന്ദന്റെ ഈ നിലപാട് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ബാലരമയിലെ ഒരു ഇതുണ്ട്, ശുപ്പാണ്ടി എന്ന് പറയുന്ന ഒരു കഥാപാത്രം ഉണ്ടായിരുന്നു, ഒരു കാർട്ടൂൺ കഥാപാത്രം. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗോവിന്ദനെ കാണുമ്പോൾ ഓർമ്മ വരുന്നത് ശുപ്പാണ്ടിയാണ്. ഞാൻ പറഞ്ഞത് അയാൾ മണ്ടനാണ്, പൊട്ടനാണ് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ അയാൾ ഇപ്പോൾ തെളിയിച്ചിട്ടുണ്ട്. പക്ഷേ അയാൾക്കൊരു സംസ്ഥാന സെക്രട്ടറി ആയി ഇരുന്നു കൊണ്ട് ഒന്നുമല്ലാത്ത തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി എങ്ങനെ ഇങ്ങനെ സംസാരിക്കാൻ കഴിയുന്നു? അതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. അയാൾക്ക് തോന്നുന്നുണ്ട്, എടാ ഞാനൊരു സംസ്ഥാന സെക്രട്ടറി അല്ലേ, അപ്പോൾ എൻ്റെ ഭാര്യയെ കൊണ്ടുവന്ന് ഇതുപോലൊരു മണ്ഡലത്തിൽ ഇങ്ങനെ നിർത്തുമ്പോൾ വിമർശനം ഉയർന്നു വരില്ലേ, എതിർപ്പ് ഉയർന്നു വരില്ലേ എന്ന് അയാൾ തോന്നുന്നുണ്ട്. അപ്പോൾ അയാൾ മനസ്സിൽ കാണുന്നത് എന്താ? അയാൾ മനസ്സിൽ കാണുന്നത് പിണറായി വിജയൻ മരുമനെ കൊണ്ടിരുന്നു, വിജയരാഘവൻ ഭാര്യയെ കൊണ്ടിരുന്നു, പല പല ഭാര്യമാരും മക്കളൊക്കെ വരാറുണ്ട്, നമുക്കറിയാൻ മേലാത്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ പിന്നെ എൻ്റെ ഭാര്യയെ കൊണ്ടുവന്ന എന്താ കുഴപ്പം? അല്ല, അത് മാത്രമല്ല, ഈ ഭരണം പോയി കഴിഞ്ഞാലും ഈ അടുത്ത ഇവരുടെയൊക്കെ ഒരു ധാരണ, ഇവർ ചിന്തിക്കുന്നത് പോലുമില്ല അടുത്ത തവണയും അധികാരത്തിൽ വരുമെന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തിലാണ് ഈ മണ്ടന്മാർ ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞ അങ്ങനെ ഉണ്ടാവണമെന്നില്ല.
അങ്ങനെ ഉണ്ടാവണമെന്നില്ല. ഭരണം പോയാലും തൻ്റെ കുടുംബത്തിൽ നിന്നൊരു MLA ഉണ്ടാവണം. ഒരുപാട് ആനുകൂല്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. പിണറായി വിജയനും മത്സരിക്കുന്നതിന്റെ അടിസ്ഥാന കാരണം എന്താ? ഭരണം പോകുമെന്ന് പറഞ്ഞാലും ഭരണം പോയാലും പ്രതിപക്ഷ നേതാവായിട്ട് കുറെ സ്റ്റാഫും കുറെ വണ്ടിയൊക്കെ കേട്ട് നടക്കാം. അല്ലല്ല, അത് മാത്രമല്ല, MLA യുടെ ഭർത്താവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ എന്തെങ്കിലും കിട്ടും, അല്ലെങ്കിൽ താടിക്കിട്ട് തട്ടു കൊടുക്കും. കാരണം ഇപ്പോഴത്തെ കാര്യങ്ങൾ വെച്ചിട്ട് ജനങ്ങളെല്ലാം നോക്കി വെച്ചിരിക്കുകയാണ്. ഇപ്പം നോക്കുമ്പോൾ സംസ്ഥാന സെക്രട്ടറി ഭർത്താവ്, കുറെ അധികാരങ്ങളുണ്ടല്ലോ പാർട്ടിയുടെ. ഭാര്യ ഒരു MLA, അപ്പോൾ ഭാര്യയ്ക്കും കുറെ അധികാരങ്ങൾ. അപ്പം ഇതാണ് CPM-ന്റെ ഇന്നത്തെ നിലവാരം. MP ഗോവിന്ദന് തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ഇതുപോലെ നാണം കെട്ട് നടക്കാൻ അയാൾക്കൊരു ഉളുപ്പുമില്ല, ലജ്ജയുമില്ല. അതാണ് ഈ പാർട്ടിയുടെ നിലവാരം. പക്ഷേ ഇത്ര തരം താഴ്ന്ന നിലവാരമുള്ള പാർട്ടിയിലും ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിക്കുന്ന ലക്ഷക്കണക്കിന് പാർട്ടി അണികളുണ്ട്. അവർ അസർട്ട് ചെയ്ത് തുടങ്ങിയിരിക്കുന്നു, അവർ അതോറിറ്റേറ്റീവായിട്ട് ആയി തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് അവരുടെ സമ്മർദ്ദത്തെ തുറന്നിട്ട് ഭാര്യയെ ഇപ്പം മാറ്റേണ്ട ഗതിയിലാണ് ഇയാളുള്ളത്. മനസ്സിലായില്ലേ? അപ്പോഴും എന്താ സംഭവിക്കുന്നത്? അയാൾ അപ്പോഴും നാണം കെട്ടവനായി തലയിൽ തൂങ്ങിയിട്ട് തന്നെ നിൽക്കുന്നു. പാർട്ടി അണികളുടെ നിർബന്ധം കൊണ്ട് മാറ്റുന്നു. അപ്പോൾ ഏറ്റവും വലിയ ഗതികേടതാണ്. പാർട്ടി സംസ്ഥാന സെക്രട്ടറി അയാളുടെ ജില്ലാ കമ്മിറ്റി അംഗം മാത്രമായ ഭാര്യയെ കൊണ്ടുവരുമ്പോൾ പാർട്ടിയുടെ താരതമ്യേന ഏറ്റവും വലിയ വനിതാ ജനകീയ മുഖമായിട്ടുള്ള ശൈലജയെ തോൽക്കുന്ന, ഇത് രണ്ടുമാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. തൻ്റെ ഭാര്യയെ ജയിക്കാവുന്ന മണ്ഡലത്തിൽ നിന്ന് തോൽക്കാവുന്ന മണ്ഡലത്തിലേക്ക് വിടുന്നു ആരെ? ഏറ്റവും കൂടുതൽ ജനകീയ മുഖമുള്ള ഒരു വനിതാ സ്ഥാനാർത്ഥി. ഇതാണ് നമ്മൾ താരതമ്യം ചെയ്യേണ്ടത്. ഗോവിന്ദൻ എന്ന് പറഞ്ഞ മനുഷ്യൻ എത്ര തരംതാണ ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് എന്നതും അയാളുടെ തരംതാണ നിലപാടുകൾ അംഗീകരിക്കുന്ന അങ്ങേയറ്റം തരംതാണ ഒരു പാർട്ടിയും പാർട്ടിയുടെ നേതൃത്വമാണ് ഇവിടെ ഉള്ളത് എന്നുള്ള ഈ രണ്ട് കാര്യങ്ങളാണ് ഈ സംഭവത്തിൽ നിന്ന് തെളിയുന്നത്. ഇപ്പോൾ CPM-ൽ നടക്കുന്നത് കുടുംബാധിപത്യമാണ്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ സ്വന്തം മരുമകൻ മുഹമ്മദ് റിയാസിനെ ബേപ്പൂരിൽ നിർത്തി മത്സരിപ്പിച്ച് ജയിപ്പിച്ചെടുത്ത് 2 പ്രധാന വകുപ്പുകൾ കൊടുത്ത് മന്ത്രിയാക്കിയത്. അത് തന്നെയാണ് A വിജയരാഘവനും ചെയ്തത്. തൃശ്ശൂർ മേയറായിരുന്ന ബിന്ദുവിനെ പിന്നീട് ജയിപ്പിക്കുന്നു, മന്ത്രിയാക്കുന്നു. അതുതന്നെ ആവർത്തിക്കാമെന്ന് ഈ MP ഗോവിന്ദനും കരുതി. ഇതൊരിക്കലും നല്ലൊരു കീഴ്വഴക്കമല്ല. രക്തസാക്ഷിയാകാനും മുദ്രാവാക്യം വിളിക്കാനും പോലീസിൻ്റെ തല്ലുകൊള്ളാനും ജയിലിൽ കിടക്കാനും ഒക്കെ സാധാരണക്കാരായ അണികൾ, അതിൻ്റെ സുഖ സൗകര്യങ്ങളെല്ലാം അനുഭവിക്കാൻ ഇതുപോലെയുള്ള ഗോവിന്ദനെ പോലെയുള്ള അവരുടെ കുടുംബങ്ങളും. എനിക്ക് ഈ പറയുന്ന പ്രത്യേകിച്ചും ഈ CPM-ൻ്റെ അണികളോട് പറയാനുള്ളത്, നിങ്ങളൊക്കെ ഒന്ന് വെറുതെ പരിശോധിക്കണം. ഈ ഗോവിന്ദൻ്റെയും പിണറായി വിജയൻ്റെയും മുതിർന്ന നേതാക്കളുടെയും ഒക്കെ ആസ്തി അവരുടെ മക്കൾ എന്തു ചെയ്യുകയാണ്, അവരുടെ മക്കൾ ഏതുവരെ പഠിച്ചു, എവിടെയാണ് പഠിച്ചത്, ഇപ്പോൾ എന്തു ചെയ്യുന്നു, ഇതൊക്കെ ചിന്തിക്കേണ്ടത് നിങ്ങളാണ്. കാരണം ഞങ്ങളല്ല ഇവർക്ക് സിന്ദാബാദ് വിളിക്കാനും ഈ കേസിൽ പ്രതിയാകാനും രക്തസാക്ഷികളാകാനും പോകുന്നത്. അതുകൊണ്ട് ഇനിയെങ്കിലും ചിന്തിച്ച് വോട്ട് ചെയ്തില്ലെങ്കിൽ ഇനിയും ഇതൊക്കെ അനുഭവിച്ച് മുന്നോട്ട് പോകേണ്ടി വരും.